അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ എന്താ പറയുക സുൽത്താൻ്റെ വീഡിയോസ് ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നില്ലേ. സുൽത്താനെ നമ്മൾ എന്താ പറയുക അങ്ങനെ കാര്യപ്പെട്ട ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ട്രെയിനിങ് അറിയില്ലായിരുന്നു. ഒന്നാമത് കുതിരനെ കുറിച്ച് നമുക്ക് ABCD അറിയില്ല. ഇവിടെ സുൽത്താനെ ഫുള്ള് വൈൽഡായിട്ട് വളരാൻ പറ്റുകയാണ്. തൊടിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുള്ള് എന്താ പറയുക വെറുതെ നടന്ന് അഴിച്ചു വിട്ടിരിക്കുകയാണ്. കഴുത്തിൽ കയറും കൂടെ ഇടില്ല. ഇടയിൽ സുൽത്താന് കുറച്ച് വരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് തൃശ്ശൂരൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നാമത് നമുക്കിതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് അറിയാത്തതുകൊണ്ട് നമ്മളിതുവരെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ഓമനിച്ചത് കൊണ്ട് നല്ല കടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ കുറച്ച് സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കുതിരകളെ ഒരുപാട് ഓമനിക്കരുതെന്നാണ് പറഞ്ഞത്. ഇതുണ്ടല്ലോ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും കടി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്താ പറയുക നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ പ്രകാരം നമ്മുടെ എന്താ പറയുക ഇവർ പറഞ്ഞ പ്രകാരം നമ്മളിവനെ എന്താ പറയുക വാക്ക് ഓർ ക്യാൻഡർ, അതായത് ഫസ്റ്റത്തെ 3 ബേസിക്. വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ നടക്കണം, കടിക്കുന്നുണ്ടില്ലേ. വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണം, അത് കഴിഞ്ഞ് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടണം ഒരു മീഡിയം സ്പീഡിൽ, അത് കഴിഞ്ഞ് ക്യാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ ഓടണം. ഇതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റത്തെ 2 കമാൻഡ് കളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ലെഞ്ചിങ് എന്ന് പറയുമല്ലോ, വട്ടത്തിൽ കുതിര അങ്ങനെ നടത്തിപ്പിക്കുന്നത്. അതാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇവനങ്ങനെ കാര്യപ്പെട്ട് നമ്മളിതുവരെ ട്രെയിനിങ് ചെയ്തും കൊടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് നോക്കുള്ളൂ. പരാജയമാണ്, വൻ പരാജയമാണ്. കാരണം നമുക്കിതിനെക്കുറിച്ച് അറിയില്ല. ഫസ്റ്റ് നമ്മൾ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പതുക്കെ നടക്കണം. അതാണിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കയറ് പതുക്കെ പതുക്കെ അയച്ചു വാക്ക്. വാക്ക്. ആശാനടുത്ത് ഓടാനൊന്നും പറ്റില്ല, പക്ഷെ ഓടാൻ തുടങ്ങിയിട്ടാണ്. റോക്കിക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ റോക്കി സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ കൂടെ റോക്കി ഡിസ്കോ ഡാൻസ് കളിച്ചു. റോക്കിക്ക് കളി കൂടിയതാണ്. റോക്കിക്ക് പൊതുവെ ഇങ്ങനെ എന്താ പറയുക ഗ്രൗണ്ടിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അവൻ ചാടി കടിക്കാൻ പോണതും. ഇവർ തമ്മിൽ ഭയങ്കര ലോഹിയാണ്, ചാടി കടിക്കാൻ പോണതും. പക്ഷേ ആ സമയത്താണ് കുതിര ഓടാൻ തുടങ്ങിയത്. അപ്പോൾ ഇവനതിൻ്റെ ഇടയിൽ കൂടെ നിർത്തി കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. അതുകൊണ്ട് നമ്മൾ റോക്കിനെ കൂട്ടി കയറ്റിയിട്ട് വീണ്ടും ട്ടാ. ഓക്കെ വാക്ക്. വാക്ക്.
ട്രൈ ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര ഏർപ്പാടല്ല. കുതിര എപ്പോഴും വൈൽഡ് തന്നെയാണ്. കുതിര ഡൊമസ്റ്റിക് ആണെങ്കിൽ കൂടെ എപ്പോഴും അത് വൈൽഡ് കാറ്റഗറിയിലാണ് പോയിട്ട് രാവിലെ ഒരു ചവിട്ടിയിട്ട് കഴിഞ്ഞാൽ ആൾ തീരുമാനമാകും. അപ്പോൾ ഒന്നാമത് നമുക്ക് ഇതിനെക്കുറിച്ച് ABCD അറിയില്ല. നമ്മൾ പ്രൊഫഷണലായിട്ട് ഡോഗ് ട്രെയിൻ ചെയ്യിച്ച ഡോഗല്ല, കോഴ്സ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ സുഹൃത്തുക്കളുടെ അടുത്ത് കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് എന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇങ്ങനെയല്ല അങ്ങനെയാണെന്നുള്ളത്. കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് ABCD അറിയില്ല. നമുക്കൊരു ട്രെയിനറെ വെച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തന്നെ ഇതിക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ഇതാണ് സുൽത്താൻ. ഫസ്റ്റ് വാക്ക് എന്നുള്ളത് ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഒരാൾ കുതിരൻ്റെ മുകളിൽ കയറി കുതിരനെ ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് അതിൻ്റെ പിന്നിൽ ഇത്രത്തോളം ട്രെയിനിങ് മെക്കാനിസം, ഇത്രത്തോളം എന്താ പറയുക കഷ്ടപ്പാടുകൾ, ഇത്രത്തോളം ബിഹേവിയറൽ ചേഞ്ചസ് വരുത്തി കുതിരയെ മെരുക്കി ഇണക്കി അതും അതിൻ്റെ ഓണറും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മുകളിൽ റൈഡ് ചെയ്യണം. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ മുകളിൽ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിസ്സാരക്കാരല്ല. നമ്മളൊരു ബൈക്ക് ഓടിക്കുന്ന പോലെയല്ല എന്താണ് കുതിര ഓടിക്കണമെന്ന് പറയുന്നത്. അത് നല്ല പണിയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് എന്താ പറയുക, ചിലവരൊക്കെ നമ്മുടെ ചെറിയ പിള്ളേരൊക്കെ അല്ലെങ്കിൽ വലിയ ആളുകളൊക്കെ കുതിരയിൽ പോകണ കാണുമ്പോൾ കുതിരൻ്റെ മുകളിലാണ്, പിന്നെ വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പിന്നിൽ എത്രത്തോളം അധ്വാനം ഉണ്ട് എന്നുള്ളതാണ്. കുതിര ഓടിക്കുക എന്ന് പറയുന്നത് നിസ്സാര പണിയല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻ ഇവൻ ഇപ്പോൾ വാക്കുന്നാണല്ലോ ഇതൊന്ന് പെർഫെക്റ്റ് ആവുന്നത്. അടുത്ത കമാൻഡ്, അതിൻ്റെ അടുത്ത കമാൻഡൊക്കെ പതിയെ ഓരോന്നായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ വരാം. ഇൻഷാ അല്ലാഹ്.